അപ്പോഴേ എല്ലാവർക്കും സോപ്പ് സ്റ്റുഡിയോയുടെ ചെറിയ തിരുനാൾ ആശംസകൾ. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ സോപ്പുകളും മിക്സ് ചെയ്തിട്ട് എല്ലാ എണ്ണകളും മിക്സ് ചെയ്തിട്ടുള്ള സോപ്പ്. അതായത് നമ്മൾ ഗോട്ട് മിൽക്ക്, പിന്നെ നമ്മളതിൽ ചാർക്കോള്, ഗോട്ട് മിൽക്ക് ചാർക്കോളാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എണ്ണകളില്ലേ, അലോവേരയുടെ എണ്ണ, ഇത് അലോവേരയുടെ എണ്ണ, ഇത് ഓറഞ്ച്, ഇത് പുതിന. ഈ 3 എണ്ണകളും നമ്മുടെ വെളിച്ചെണ്ണയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാർക്കോൾ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ സ്കിന്ന് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് നമ്മൾ ചാർക്കോൾ സോപ്പ് കൊടുക്കുക. അപ്പോൾ ആ ഓയിലിന് നന്നായി സക്ക് ചെയ്തെടുക്കാൻ, അതായത് വലിച്ചെടുക്കാൻ സാധിക്കും. അതായത് ചാർക്കോൾ സോപ്പ്. ഗോട്ട് മിൽക്ക് ആണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു സ്കിന്നിന് നല്ലൊരു ഓയിൽ മയം കൊടുക്കാനായിട്ടാണ് നമ്മൾ ഗോട്ട് മിൽക്ക് സോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ 2 സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് സ്കിന്നുകാർക്കും ഒരേപോലെ മാച്ചായി പോയിക്കോളും, ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്ക്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മൾ സാധാരണ എടുക്കുന്ന മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവും അതുപോലെ കാസി സോഡയുടെ അളവൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത് 249.675 മില്ലി അല്ലെങ്കിൽ ഗ്രാം. കാസി സോഡ എടുക്കുന്നത് 110.640 ഗ്രാം. ഞാൻ അവൾക്ക് നോക്കണ്ട അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പം മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അതൊരു കാൽക്കുലേഷനാണ്. അതായത് നമ്മളതിലേക്കൊരു 700 ഗ്രാം, അതായത് 400 ഗ്രാം വെളിച്ചെണ്ണ, 200 ഗ്രാം പാം ഓയിൽ, പിന്നെ 100 ഗ്രാം നമ്മൾ ചേർത്തിട്ടുള്ളത് ഈ 3 എണ്ണകളായിട്ട് ചേർത്തിട്ടുള്ളത്. പുതിനയില, അതുപോലെ ഓറഞ്ചിൻ്റെ അലോവേര, അത് 3 മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളത് 5 ഡ്രോപ്സ് വൈറ്റമിൻ ഇ. ഓക്കെ, അത് ചേർത്തിട്ടുള്ള എണ്ണ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എണ്ണ. ഈ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലാണ് ഇത്. അതാണ് ഒരു ഓറഞ്ചിൻ്റെ കളറുണ്ട്, ഓറഞ്ചിനെ ഇപ്പോൾ മുൻതൂക്കമുള്ളത് ഇതിൽ. പിന്നെ നമ്മൾ കാച്ചി സോഡ, ആട്ടുംപാൽ ആ വെള്ളത്തിൻ്റെ പകരം മൊത്തമായിട്ട് നമ്മൾ ഗോട്ട് മിൽക്ക് എടുത്തു, അതിൽ കാച്ചി സോഡ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് സ്മെല്ലാണ് മെയിനായിട്ട് വേണ്ടത്. ഞാൻ മെഡിമിക്സിൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നുണ്ട്, 35 മില്ലി സ്മെല്ല് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഹണി ചേർക്കുന്നുണ്ട്, നല്ല ഒറിജിനൽ ഹണി. പിന്നെ നമുക്ക് കുറച്ച് ചാർക്കോളിൻ്റെ പൗഡറും, പിന്നെ വൈറ്റ് കിട്ടാനായിട്ട് ഒരു വൈറ്റിൻ്റെ ഒരു കളറും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും കാണാം, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ഒരു ബീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ചേർക്കുക. അപ്പോൾ എന്തൊക്കെ ചേർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ അളവ് 300 ഗ്രാം വെളിച്ചെണ്ണ എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓയിലുള്ളിൽ അത് ഒഴിക്കുക. പിന്നെ ഒലിവ് ഓയിൽ ഒഴിക്കുക. അതായത് ഇതൊക്കെ ഒരു 50 ഗ്രാം വെച്ച് ഒഴിച്ചാൽ മതി. പുതിനയില, ഓറഞ്ച്, അതുപോലെ അലോവേര 50 ഗ്രാം വെച്ച് ഒഴിക്കുക. പിന്നെ ഒലിവ് ഓയിൽ ഒരു 50 മില്ലി ഒഴിക്കുക. പിന്നെ കാസ്റ്റർ ഓയിൽ ഒരു 30 മില്ലി ഒഴിക്കുക. ഒരു 10 മില്ലി നമ്മുടെ ആൽമണ്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ 5 ഡ്രോപ്സ് വൈറ്റമിൻ. അതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കാട്ടെ. ഇനി മാക്സിമം ഞാൻ നിങ്ങൾക്ക് നന്നായി പറഞ്ഞുതരാൻ നോക്കുന്നുണ്ട്. ഇനി സംശയമുള്ളവരൊക്കെ എന്നെ വിളിച്ചാൽ ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കാസി സോഡ ആഡ് ചെയ്യുക. മൊത്തം അരിഞ്ഞുണ്ട്, കുറേ നേരം ഞാൻ കലക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കണ ഒരു കൈമ ഗ്ലൗസ് ഇട്ടോ കേട്ടോ. കൈമയൊക്കെ തെറിച്ചാൽ ചെറുതായിട്ട് ഒരു എരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക, സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. ഞാൻ ചേർത്തല്ല, ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കണം. അധികമൊക്കെ ഉണ്ടാക്കണ ഞാൻ ഇടാറുണ്ട്, എനിക്ക് സ്മെല്ല് ആഡ് ചെയ്യാം. പിന്നെ വേഗം സോപ്പ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. മറ്റേതാകുമ്പോൾ നമുക്ക് ടൈം എടുക്കും, 20 മിനിറ്റ് ഒക്കെ എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് 5 മിനിറ്റ് പോലും എടുക്കില്ല സോപ്പ് ഉണ്ടാക്കാൻ. ഇതിന് പതുക്കെ വയ്ക്കുക, ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ചാർക്കോളിൻ്റെ കളർ കൊടുക്കുന്നുണ്ട്. ചാർക്കോൾ കുറച്ച് കൂടുതൽ എടുക്കുക. ചാർക്കോൾ ഇതാണ് നമ്മുടെ ബേസ് മെയിനായിട്ട് വരുന്നത്. പിന്നെ കുറച്ച് ബ്ലൂ കളർ മേലെ മാത്രം. നമ്മളിതിലേക്ക് വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളർ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സിങ്ക് ഓക്സൈഡ് കേട്ടോ. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ബ്ലാക്ക് കളർ. നമ്മൾ നമ്മുടെ മോൾഡ് വയ്ക്കുക. മോൾഡ് പേപ്പർ മടക്കാൻ അറിയാത്തവർ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫൗണ്ടേഷൻ ഫസ്റ്റത്തെ മൊത്തമായിട്ട് ഒഴിച്ചോ, തട്ടിപ്പോകും. ഇതിങ്ങനെ സ്ക്നാപ്പർ വയ്ക്കുക വേണ്ട. അപ്പോൾ അവന് താന്ന് പോകില്ല, കറക്റ്റ് സ്റ്റെപ്പായിട്ട് കിട്ടും. പിന്നെ ഈ സോപ്പൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോട്ടോ, ഓർഡർ തന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സോപ്പിൻ്റെ ഗുണം മനസ്സിലാവും.
എങ്ങനെ ഉണ്ടാക്കണ്ടേ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർ പറഞ്ഞാൽ മതിട്ടാ. ഇന്ന് തട്ടി കൊടുക്കുക. ഇതിൻ്റെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ടുന്നത് കറക്റ്റായിട്ട്. ഇത് നമുക്ക് ബ്ലൂ കളർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു 12 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ നന്നായി സെറ്റായിട്ട് കേട്ടോ. ഇത് സോപ്പ് ഗോട്ട് മിൽക്ക് വിത്ത് ചാർക്കോൾ. നമ്മളതിന് ഞാൻ കട്ട് ചെയ്യാനായിട്ട് വേറൊരു പുതിയ മെഷീൻ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കാണിച്ചത്. അതാകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് യൂസ് ചെയ്യും. ചെറിയ മെഷീനാണ്. അതാണ് ആ ചെറിയ മെഷീൻ. ഓക്കെ ഓക്കെ ഇതൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടാ അതിൻ്റെ നമ്മുടെ പുതിയ സോപ്പ് 2 ലെയർ 3 ലെയർ 1 2 3 ഒക്കെ നമ്മുടെ ഐഡിയയിൽ സെറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. നമ്മൾ ചേർത്തത് മെഡിമിക്സിൻ്റെ കേട്ടോ. നല്ല മണം വേണ്ടി. ഇപ്പോൾ നമ്മുടെ സോപ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മളെങ്ങനെയാണ് ഗോട്ട് മിൽക്ക് വിത്ത് ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ 2 ലെയറായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ചാർക്കോൾ വിത്ത് ഗോട്ട് മിൽക്ക് സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അതിനുണ്ടെന്നുള്ളത്. എന്നിട്ട് ഈ സോപ്പൊക്കെ 30 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നാലാണ് നമുക്ക് മൊത്തം ഓയിൽ മാത്രമാവും. കാച്ചി സോഡയുടെ അളവെല്ലാം പോയി ഓയിൽ മാത്രമാവും. അപ്പോൾ 30 ദിവസം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് യൂസ് ചെയ്യുക. നല്ല സോപ്പാണ്. എപ്പോഴും നല്ല പതയും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് വരാൻ പോകുന്നത്.